കൂടെ പിറന്നവനല്ലേ ഒന്ന് പാടുവോ? അറിയാതെ പറയാതെ ഇരുകോണിൽ കഴിയല്ലേ, ഒരു നാളിൽ മറയുമ്പോൾ അകമാകെ ഉരുകല്ലേ, വല്ലാതെ വാടല്ലേ പൂവേ, നീ എൻ്റെ കുഞ്ഞുമലല്ലേ, എന്നാളും നാം ഇനിയൊന്നേ, നീ എൻ്റെ പൂന്തണലല്ലേ. നൈസ്. മകളുടെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് ഒരു എറ മൊത്തം പാടിയ സിംഗർ ഫെയിം നിഖിൽ, അങ്ങനെയൊക്കെ എത്രയോ ബാനറുകളും ഫ്ലെക്സുകളും ഒക്കെ കണ്ടാണ്. ഒരുപക്ഷെ ഇനി അങ്ങോട്ടേക്ക് വാഴയിൽ പാടിയ നിളയുടെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അറിയുക. ഓ, ഭയങ്കര സന്തോഷമല്ലേ. ഞാനും ഞങ്ങളെ ഫാമിലി ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിള നല്ലൊരു പാട്ടുകാരി ആവണം എന്ന് ഭയങ്കര. പക്ഷെ നമ്മൾ 10 വയസ്സിൽ തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ചെറിയ വയസ്സിൽ തന്നെ ഇപ്പൊ നിള എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇതും ആൾക്കാർക്ക് റീച്ച് ആവുന്നുണ്ടല്ലോ, അത് വളരെ സന്തോഷം. നമ്മൾ ഇന്നൊരാളാണെന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാനല്ലേ, എനിക്ക് പാടാനുള്ള കഴിവുണ്ടെന്ന് അറിയിക്കാനല്ലേ പാട്. അപ്പൊ അത് ഓൾറെഡി ദൈവാനുഗ്രഹം കൊണ്ട് നിള പാടിയ 2 പടം സൂപ്പർ ഹിറ്റ് ആയി. അതൊരു വളരെ പടം ഹിറ്റ് ആവാന്നുള്ള വലിയൊരു കാര്യമാണ്. അല്ലെ, പടം നമ്മള് പാട്ട് പാടിയിട്ടല്ലേ, ഇപ്പൊ ഞാൻ പാടിയ തന്നെ 4-5 പടങ്ങൾ ഇറങ്ങാനുണ്ട് ഇപ്പോഴും. 5 അല്ല, അതിൽ കൂടുതൽ തമിഴടക്കം ഇറങ്ങാനുണ്ട്. പക്ഷെ എന്താ സംഭവം പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു പ്രോസസ്സിങ് ചില സമയത്ത് അത് ബ്രേക്കായി പോവുക, അതിനിടയ്ക്ക് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ വരിക, പടം നിന്ന് പോവുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ സ്റ്റക്ക്. അപ്പൊ ആ സമയത്താണ് നമ്മുടെ ഭാഗ്യം. അത് മാത്രമല്ല, ഇപ്പൊ ഈ സൂപ്പർ ഹിറ്റ് ആയിട്ട് പാട്ടുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതിനകത്ത് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു എലമെന്റും കൂടി ഭയങ്കരമായിട്ട് വേണമല്ലോ. ഇപ്പൊ കാക്കാമറയിലെ പാടിയിട്ടുണ്ട് നീലരാജ്, പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അത് കുറെ 2 പേര് പാടിയിട്ടുള്ളത് കാരണം കൊണ്ട് ഇതിൽ ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഐഡന്റിറ്റി എവിടെയോ, അത് നമ്മുടെ കേൾവിക്കാരുടെ കുഴപ്പമാണ് കേട്ടോ. നമ്മളതിൽ ആ വോയിസിന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടി പാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമുണ്ട്. അപ്പം നാട്ടുവഴിയിലെ തന്നെയാണ് എന്റെ സോളോ. എപ്പോഴും എല്ലാവരും ചോദിക്കുന്നു. കാക്കാമലയിലെ പിന്നെ ഈ ഇടയ്ക്ക് റീൽസിലൊക്കെ ഇട്ടായപ്പോ ഞാനും അലക്സേട്ടനും ഞാൻ ഇപ്പോഴാണ് അതില് വോയിസ്. ഞാൻ അലക്സേട്ടനോട് ഇങ്ങനെ ഞങ്ങള് പറഞ്ഞടാ നമ്മുടെ പാട്ട് വീണ്ടും കയറിയിട്ടുണ്ട് റീൽസിൽ. അതങ്ങനെ ഒരു മാസം ട്രെൻഡായിരുന്നു. അങ്ങനെ വീണ്ടും പോയി. പിന്നെ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മോൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ മോളുടെ പോവാ. പിന്നെ എന്റേതായിട്ടുള്ളൊരു ഇത് ഞാനും നോക്കുന്നുണ്ട്. മോളും മോളുടേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. പാട്ടൊക്കെ ആയിട്ട് മോളിപ്പോ റീൽസ് ഇട്ടിട്ട് വൈറലായിട്ട് അങ്ങനെ ശ്രദ്ധ നേടിയതല്ല, അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിൽ പോയിട്ട് അവിടെ പതുക്കെ ബിൽഡായി വന്നതല്ല. അപ്പം ഇപ്പൊ റിയാലിറ്റി ഷോയിൽ പോകുമ്പോഴും ആ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രഷറും ഉണ്ടല്ലോ, അത് പേഴ്സണലിയും കൂടി അറിയാലോ. അതായത് രാവും പകലും ഇല്ലാതെ ഈ ഗ്രൂമിങ്ങും അല്ലെങ്കിൽ അതല്ലാതെ തന്നെ കുറച്ചും കൂടി ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ പാട്ടിലേക്കും പ്ലേബാക്ക് സിംഗിങ്ങിലേക്കൊക്കെ എത്തി, അത് കുറച്ചുകൂടി നല്ലതായി പോയി. അങ്ങനെ ഒരു വിചാരം ഉണ്ടോ? അതായത് ഈ റിയാലിറ്റി ഷോ പാടുന്നത് നമ്മൾ പ്ലേബാക്ക് പാടാനാണല്ലോ. അതായത് നമ്മൾ പ്ലേബാക്ക് സിംഗർ ആവാൻ വേണ്ടി നമ്മൾ ആദ്യം പോയിട്ട് റിയാലിറ്റി ഷോ പാടുന്നു, 1, 2 റൗണ്ട് 3 റൗണ്ടൊക്കെ പാടുന്നു. പിന്നെ അവർ പറയുന്ന പോലെ കേൾക്കുന്നു. പിന്നെ കുട്ടികൾക്ക് ഒരു 10 പാട്ടൊക്കെ ഉടനെ പഠിക്കാൻ പറയുന്നു. പല ഈ ജഡ്ജസിന്റെ സൗകര്യം അനുസരിച്ചാണല്ലോ ഈ ഷൂട്ട് വയ്ക്കുന്നത്. അപ്പൊ പെട്ടെന്ന് കുട്ടികൾക്കൊരു, ഞാനൊക്കെ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് 2 ദിവസം നട്ട് 5 പാട്ട് 6 പാട്ട് പെട്ടെന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളാകെ കിളി പറന്നു പോകും. നമുക്ക് അത് വിത്ത് ലിറിക്സ് ആണ് പഠിക്കേണ്ടത്. ലിറിക്സ് എങ്കിലും ഒന്ന് നമുക്ക് ബോർഡിൽ കാണിച്ചു തരുവായിരുന്നെങ്കിൽ നമുക്ക് ട്യൂൺ എങ്ങനെയും പാടാം. ഇത് ലിറിക്സ് ബൈ ഹാർട്ട് എടുക്കണ്ടേ. അപ്പം അങ്ങനെ പാടി പ്ലേ ബാക്ക് ഇട്ട് എത്താനാണ് എല്ലാവരും നേടണം. അപ്പൊ ഇത് സ്ട്രേറ്റ് ഒരു എൻട്രി കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ പിന്നെ ഇനിയിപ്പോ റിയാലിറ്റി ഷോ പാടണം എന്നല്ല, അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ നല്ലൊരു ഇതാവും. അപ്പൊ അതിലേക്ക് വിടണമെന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ പ്ലേ ബാക്ക് പാടിക്കഴിഞ്ഞ് റിയാലിറ്റി ഷോ പാടേണ്ട. അപ്പൊ ഞാൻ കുറെ പേരോട് എന്റെ കൂടെ വർക്ക് ചെയ്ത മ്യൂസീഷ്യൻസിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് റിയാലിറ്റി ഷോ വിടണോ. അപ്പൊ അവര് എടാ പ്ലേ ബാക്ക് പാടാനാണല്ലോ എല്ലാം റിയാലിറ്റി ഷോ വിടണത്. അതെ. അപ്പൊ പിന്നെ ഇനിയിപ്പോ നിന്റെ ഒരു ഇഷ്ടം ഞാൻ പറഞ്ഞു, എന്നാലും ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്നത് നല്ലതാണ്, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി. അല്ലാണ്ട് ഫസ്റ്റ് ഇട്ടാണെന്നല്ല. നമുക്കൊരു ഞാൻ സിനിമ പാടാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ റിയാലിറ്റി ഷോ പാടിയത്. എങ്ങനെയെങ്കിലും എന്റെ 2 പാട്ട് വന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചാൻസ് വയ്ക്കാലോ എന്നുള്ള രീതിക്കാണ്. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ അന്ത കാലമാണ് 2007. അതെനിക്ക് 20 വയസ്സുള്ളൂ.
അന്ന് പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും ടിവിയിൽ എങ്ങനെയെങ്കിലും കരപറ്റുക. ഇപ്പൊ എനിക്ക് ടോപ്പ് സിംഗറിൽ മോള് പോയിട്ടുണ്ട്. പിന്നെ ഫൈനൽ ഓഡീഷൻ ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പനിയൊക്കെ വന്ന് പിന്നെ പോവാണ്ടായി. പിന്നെ അവിടെ ഗസ്റ്റ് ആയിട്ട് പോയില്ലേ? ഓ അത് വല്ലാത്തൊരു അച്ചീവ്മെന്റ് ആണല്ലോ അല്ലെ? അതെ അതെ അതെ, അവിടെ ഗസ്റ്റ് ആയിട്ട് പോയി. ഇവള് പോണ്ട ടോപ്പ് സിംഗർ തന്നെയാണ് ഗസ്റ്റ് ആയിട്ട് പോയത്. അതൊക്കെ ഒരു ഭാഗ്യമാണ്, നിമിത്തമാണ്. ഇനി അങ്ങോട്ടേക്കുള്ള ഇനി അങ്ങോട്ട് എത്ര സിനിമകളിൽ പാടിയിട്ടുണ്ട് ഇപ്പൊ നിലവില്? ഇപ്പൊ ഏതാണ് പുതിയ പാടിയത്? തമിഴ് പാടിയിട്ടുണ്ട് പുതിയത്. തമിഴ് സ്ട്രേറ്റ് തമിഴ് പടം അതിൽ പാടിയിട്ടുണ്ട്. മലയാളത്തിൽ ഇപ്പൊ ഹാഫ് പാടിയിട്ടുണ്ട്. പിന്നെ 1-2 പ്രൊജക്ടുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. കുട്ടിയുടെ വോയിസ് നോക്കട്ടെ എന്ന് വെച്ചാൽ കുട്ടികളുടെ ഒരു ഇത് വരണമല്ലോ. കുട്ടികളുടെ ഒരു സോണും കൂടി വരണല്ലോ, ഒരു സിറ്റുവേഷൻ വരണമല്ലോ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമ്മള് ഓക്കെ, നമുക്കിപ്പോ എന്താ സംഭവിക്കാൻ അതിന്റെ പുറകെ പോവാന്നുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോ ഇപ്പൊ എന്താ കോറസ് പാടാൻ വിളിച്ചാൽ കോറസ് പാട്, സ്റ്റേറ്റ് പാടാൻ വിളിച്ചാൽ സ്റ്റേറ്റ് പാട്, അങ്ങനെ ഒരു ഇതിലാണ്. അതിന്റെ ഇടയ്ക്ക് പാട്ടുപടത്തം നടക്കുന്നുണ്ട്. അത് ബേസിക് ആയിട്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചോറ്റാനിക്കര സജിനി ടീച്ചറുടെ അടുത്താണ് പഠിക്കുന്നത്. എന്റെ ഗുരുനാഥയാണ്. എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ച ആള് തന്നെയാണ് മോളെയും പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഞാനും വൈഫും ക്ലാസ് എടുക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്. അപ്പൊ അത് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അങ്ങനെ ലാലേട്ട എന്നുള്ള പാട്ടുണ്ടല്ലോ, പ്രാർത്ഥന എന്തിനു പാടിയത്. അപ്പൊ അതിനൊക്കെ ശേഷം ഒരു ചെറിയൊരു കുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ വോയിസ് ആളുകൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നത് നിളയുടെയാണ് പടത്തിൽ വരുന്നത്. അത് വല്ലാത്തൊരു ഫിനോമിനാണ്, അത് വല്ലാത്തൊരു അച്ചീവ്മെന്റ് ആണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ. ഇപ്പൊ നമ്മൾ പല വലിയ ഫീമെയിൽ സിംഗേഴ്സിനെയോ അല്ലെങ്കിൽ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവരെ അക്കമ്പനി ചെയ്യാൻ വേണ്ടി ആരെങ്കിലും എപ്പോഴും ഉണ്ടായിരിക്കും. അവരായിരിക്കും അവരുടെ ഓൾ ടൈം സപ്പോർട്ട്. അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ചിത്രാമ്മയുടെ കൂടെയും എല്ലാവരുടെ കൂടെ ഒരു അക്കമ്പനി ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും. അവരുടെ വോയിസ് നോക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് നോക്കാൻ, അവരുടെ ശബ്ദം നോക്കാൻ. അങ്ങനെ ഒരാളെ കാണുന്നുണ്ട് ഓൾറെഡി നമുക്ക് അതിനെ കുറിച്ച് അറിയാലോ, മോളൊക്കെ എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് അതിനനുസരിച്ച് ഗൈഡ് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. മകളെ വലിയ സിംഗർ ആക്കുക. തീർച്ചയായിട്ടും എല്ലാ പാരന്റ്സും അങ്ങനെ തന്നെയാണല്ലോ, മകളെ ഏറ്റവും വലിയ സിംഗർ ആക്കുക എന്നുള്ളൊരു ഇതാണ്. അപ്പൊ അതിലേക്ക് പിന്നെ ഇതിലെല്ലാം ഒരു എന്താ പറയാ, ഈ അവസരങ്ങൾ കിട്ടാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ. ഇപ്പൊ നമ്മളെക്കാളൊക്കെ എത്രയോ നന്നായിട്ട് പാടുന്നവര് പുറത്ത് ഇരിക്കുന്നുണ്ട്. അവര് റീൽസ് ഒക്കെ പാടിയിടുമ്പോൾ ചില പിള്ളേർക്ക് റീൽസ് പാടിയിടുന്നുണ്ട്, ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഭയങ്കര ടാലന്റ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ പാടുക എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. അവസരം കിട്ടുക, പടം ഹിറ്റ് ആവുക, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ലൈവില് വർക്ക് ആവണമെന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ലൈവായിട്ടൊക്കെ പാട്ട് പാടാറുണ്ടോ? അതായത് ഇപ്പൊ സ്റ്റേജില് റെക്കോർഡിങ്ങിലല്ലാതെ ആളുകളിൽ പരിപാടിക്കൊക്കെ പോകുമ്പോ മോളെ കൊണ്ട് പാടിക്കാറുണ്ടോ? അച്ഛന്റെ കൂടെ ചില സമയത്തൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോ എന്നെ കൊണ്ട് പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ഏത് പാട്ടൊക്കെ പാടാറ്? അപ്പോ അച്ഛന്റെ കൂടെ ഡ്യുവറ്റ് അല്ലെങ്കിൽ മെലഡീസ് അങ്ങനത്തെ പാടും. നിങ്ങൾ രണ്ടുപേരും കൂടി പാടുന്ന പാട്ട് ഏതാ? അപ്പൊ ഞങ്ങള് അന്ന് പാടിയത് ഏതൊക്കെയാണ്? നമ്മുടെ ടോവിനോടെ പടത്തിലെ മിന്നലവള പാടാറുണ്ട്. മിന്നലവള പാടാൻ പറ്റുമോ? നല്ല പാടാം. പിന്നെ കുഞ്ഞിക്കുളിമേഘം പാടാറുണ്ട്. ഏതാ ഏറ്റവും കുഞ്ഞിക്കുളിമേഘമേല് ഇവള് കോറസ് പാടിയിട്ടുണ്ട്. അത് പാടിക്കേ, ഞാൻ പാടിയിട്ട് പാടാം. ഓക്കെ, കോറസ് പോഷാകുമ്പോ മോള് പാടും. അത് പാടാം അല്ലെ? മിക്ക പടത്തിലും പാടിയിട്ടുണ്ട്. ചിലത് എനിക്കറിയില്ല കേട്ടോ. ഇവള് പാടിയത് നീയാണോ ആശാനിലെ പാട്ട് പാടിയത്? എനിക്കൊന്നത്തെ കാര്യം എല്ലാ സെക്ഷനിലും പോകാൻ പറ്റാറില്ല. ഇല്ല, അത് എന്നോട് ഇപ്പൊ പർവതീഷും പറഞ്ഞു ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. എങ്ങനെയാണെന്ന് അറിയില്ല, അതിനെ കുറിച്ച് മാനദണ്ഡമാണ്. സ്പോട്ടിഫൈയിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എത്ര പേര് കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂലേ? ഉണ്ടാക്കാൻ പറ്റും, ക്രിയേറ്റർ ആവാൻ പറ്റും. അതൊന്ന് പറഞ്ഞു തന്നെ. പാടത്തെ ഇതെന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് സൂരജ് പാടിയതാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സൂരജിന്റെ കൂടെ ഫസ്റ്റ് ഡ്യൂറ്റ് പാടാൻ പറ്റി നോക്ക്. അതിന്റെ ഒരു അത് നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ ഒരേ ഇതില് വന്നവരെ, സമയത്ത് വന്നവരെ. കുഞ്ഞിക്കവിൽ മേഘമേ തുള്ളിത്തൂളും വാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂല നോക്കു കൊണ്ടു വിളറും
ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ 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 ഈ നൊമ്പരമിതോ വെറുതെ